ഡീസ്, വെൽക്കം ബാക്ക് ടു ഇത് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രിയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂടുതൽ ഇതേപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. വെൻ ഹൈഡ്രോകാർബൺസ് ബേൺ ഇൻ എയർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡാഷ് ആർ പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രോകാർബൺ എയറിൽ ബേൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് കിട്ടുക? ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ഏതായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി ഏതായിരിക്കും? H2O ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ഓഫ് ദ ഫോളോയിങ് ഈസ് എത്തനോയിക് ആസിഡ്. ഇതിൽ ഏതാണ് എത്തനോയിക് ആസിഡ്? ഏതാണ്? CH3COOH. എന്ത് സിമ്പിളാണ്. അടുത്ത നമുക്ക് നോക്കാം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂസ് ഓഫ് എത്തനോൾ. അതായത് മെയിൻ കാര്യം നോട്ട് എ യൂസ് ഓഫ് എത്തനോൾ ആണ്, യൂസ് ഓഫ് എത്തനോൾ അല്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ടു മേക്ക് മെഡിസിൻ. മെഡിസിന് വേണ്ടി എത്തനോൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് മൂന്നും എന്താണ്? എത്തനോളിൻ്റെ യൂസാണ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എത്തനോളിൻ്റെ ഒരു യൂസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ മൂന്നത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തതാണ് ഈസ് ദ മോണോമർ ഓഫ് പോളിത്തീൻ. പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? ഈഥീനാണ് അല്ലേ? അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ് ആർ ക്ലെൻസിങ് ഏജൻറ്റ്. സോപ്പും ഡിറ്റർജൻറ്റും ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസ്, വൃത്തിയാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നെയിം ദ ബൈ പ്രൊഡക്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, സോപ്പിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ബൈ പ്രൊഡക്റ്റ് എന്താണ്? അതാണ് ഈ ക്വസ്റ്റ്യൻ. ബി എന്താണ്? ഹൗ ഡസ് എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ് ഡിസ്ട്രോയ് അക്വാട്ടിക് ലൈഫ്. കൂടുതലായിട്ട് ഇങ്ങനെ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അക്വാട്ടിക് ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താണ്? ഗ്ലിസറോൾ ആണ്. പിന്നെന്താണ്? എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻറ്റ് കോസ് എൻവിയോൺമെൻറ്റൽ പ്രോബ്ലം ഉണ്ടാക്കുന്നു, അറിയാലോ. മൈക്രോ ഓർഗാനിസം ഇൻ വാട്ടർ കനോട്ട് ഡികമ്പോസ് ദ കമ്പൗണ്ട് ഓഫ് ഡിറ്റർജൻറ്റ്. നമ്മൾ വെള്ളത്തിലുണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെ കമ്പോണൻസുമായി ഡികമ്പോസ് ചെയ്യാൻ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ആറാമത്തെ ദിവസം നമുക്ക് എച്ചിലൊരു സംഭവം തന്നിട്ടുണ്ട്, വൈലൊരു സംഭവം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ട് ടെഫ്ലോൺ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് കെമിക്കൽ ഇക്വേഷൻ എച്ചിൻ്റെ കെമിക്കൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. വൈ റിയാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. റൈറ്റ് ഇനി വൺ യൂസ് ഓഫ് ടെഫ്ലോണിൻ്റെ ഒരു യൂസ് എഴുതുക. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ കെമിക്കൽ ഇക്വേഷൻ എച്ച് നമുക്ക് എഴുതാം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? അവിടെ നമുക്ക് ഓൾറെഡി തന്നു. ഇവിടെ CO2 ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എന്ത് കിട്ടി? പോളിമറൈസേഷൻ ആണ്. അതേപോലെ ഫോർ കോട്ടിംഗ് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക് വെയർ. ടെഫ്ലോൺ എന്താണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക? നമ്മുടെ കുക്ക് വെയറിൻ്റെ, നോൺ സ്റ്റിക് ആയിട്ടുള്ള കുക്ക് വെയറിൻ്റെ ഇന്നർ സർഫസിൽ ആ കോട്ടിങ്ങിനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ടെഫ്ലോൺ മെയിനായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നോക്കിയാലോ. ചൂസ് ദ കോമ്പൗണ്ട് ഫ്രം ദ ബോക്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ബോക്സിൽ നിന്നും ഇതാണ് കേട്ടോ ബോക്സ് ഇല്ല എന്ന് പറയല്ലേ. ഇതിൽ നിന്നും കമ്പൗണ്ട് എടുത്തിട്ട് ഈ ഒരു ആൻസറുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേണ് വിച്ച് ഈസ് കാർബോക്സിലിക് ആസിഡ്. രണ്ടാമത്തെ വിച്ച് കോമ്പൗണ്ട് ഈസ് ആൻ എസ്റ്റർ. എസ്റ്ററുടെ കോമ്പൗണ്ട് ഏതാണ്? മൂന്നാമത്തെ എത്തനോൾ കണ്ടുപിടിക്കുക. നാലാമത്തെ എന്താണ്? ഈ സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. ഏത് സബ്സ്റ്റൻസ് ആണ് എത്തനോൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒന്നാമത്തെ ആസിഡ് എന്താണ്? CH3COOH എന്താണ്? അസറ്റിക് ആസിഡ് ആണ്. രണ്ടാമത്തെയോ CH3COO. CH2CH3 എന്താണ്? എത്തനോൾ. ഇനി അടുത്ത CH3CH2OH. പിന്നെ C12H22O11. ഇതെന്താണ്? സുക്രോസിന് നമ്മൾ ഷുഗർ എന്നും പറയാറുണ്ട് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. ഇത് ഈസിയാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. NH4Cl ആണ് തന്നിട്ടുള്ളത് അല്ലേ? അത് ഇങ്ങോട്ട് പോയപ്പോൾ ഒരു HCl നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തുമാറും കൂട്ടുമ്പോഴാണ് NH 4 ഉണ്ട്. അതിൽ H ഒന്ന് ഇങ്ങോട്ടും വന്നു, Cl അങ്ങനെയും വന്നു. ബാക്കി എത്ര ഉണ്ടാവും? NH3 ഉണ്ടാവുക. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായി വിചാരിക്കും. ഇതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഓഫർ എന്ന് പറയുന്നത് സെപ്റ്റംബർ 5 തീയതി വരെ മാത്രമേ ഉള്ളൂ. 169 രൂപ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആ 5 തീയതിക്ക് ശേഷം പണ്ടത്തെ പോലെ 200 rupees തന്നെ ആവും കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക, ഇതിൻ്റെ നോട്ട്സൊക്കെ ഫ്രീ ആയി കിട്ടാൻ വേണ്ടി. ഓക്കെ, എക്സാമൊക്കെ സൂപ്പറായിട്ട് എഴുതൂ കേട്ടോ.